ഗുഡ് മോർണിംഗ്. എന്നാ ചൂടായിരുന്നു. രാവിലെ തന്നെ പറയാൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയോ? എടി നിന്നോടാ ചോദിച്ചേ. അയ്യോ ടോമി, അതൊക്കെ തെറ്റല്ലേ, നമ്മളങ്ങനെയൊക്കെ ചെയ്യാമോ? ഇപ്പൊ എന്താ നീ പറഞ്ഞേ? എനിക്കറിയാം. പറ. എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? സ്വപ്നത്തിൽ നിനക്ക് ടോമിയായിട്ട് എന്താ ഇടപാടെന്ന് എനിക്കറിയണം. നീ എന്തൊക്കെയാ പറയണേ? എന്തിടപാട്? ഇതേ പെണ്ണെ, കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ എന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞതാ ഇത് വെറും ഒരു ഐഡിയ മാത്രമാണെന്ന്. എന്നിട്ട് നീ അത് തലയിൽ കയറ്റിയിട്ട് ഇതുവരെ ഇറക്കി വിട്ടിട്ടില്ല അല്ലേ? ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അപ്പോഴേ വിട്ടെങ്കിൽ ഈ സ്വപ്നം കണ്ട് ഈ പെച്ചും പേയും പറഞ്ഞു നടക്കുന്നത് എന്തുവാണ് നീ? എടി, സ്വപ്നത്തിൽ ടോമി മാത്രല്ല, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉള്ള സ്വപ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞു. അതായതേ പറയാം. മേരി ആന്റിനെ വന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടോമി പെട്ടെന്ന് പറഞ്ഞു മേരി ആന്റിനെ ആളെ വെച്ച് തട്ടാന്ന്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അയ്യോ ടോമി അതൊക്കെ തെറ്റല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നിന്റെ നരേഷൻ ഒട്ടും ബിലീവബിൾ അല്ല. സംതിങ് സ്പെഷ്യൽ. എനിക്കത് നടക്കുന്നുണ്ട്. എന്റെ പൊന്ന് രേഷ്മ, എന്നെ ഒന്ന് വിശ്വസിക്കുക. സത്യമായിട്ടും നീ ആയിട്ട് ഇനി ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതിരുന്നാ മതി. എന്നെ വിശ്വസിക്കപ്പെടില്ല. ഞാൻ വിശ്വസിക്കത്തില്ല. എന്നാ നീ വിശ്വസിക്കണ്ട. ഇല്ല. ഇതെന്താ കഥകളുടെ പ്രാക്ടീസോ? കണ്ണുകൾ കൊണ്ട് കഥ പറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചെന്താ പറയാതിരിക്കാൻ നല്ലത്. പറ രേഷ്മ, കേക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറ. ഈ ഓഫീസിലാകെ നമ്മൾ 3-4 പേര് ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുള്ളൂ. അതിനിടയിൽ ഗ്രൂപ്പിസം കൂടി ഉണ്ടാക്കല്ലേ, അതും കൂടി താങ്ങാൻ വയ്യ. അതായത് ടോമി ജോമി, ഞങ്ങള് മേരി മാഡത്തെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അയ്യോ, ആന്റി തട്ടിക്കളയുന്നതൊന്നും പ്ലാൻ ചെയ്തകളല്ലേ. എന്റെ ആന്റിയായിട്ട് പറയുന്നതല്ല, ആ കേസിന്റെ പുറകെ പോകാൻ വയ്യാത്തോണ്ട. അതെ, ജീവിച്ചിരിക്കുമ്പോഴേ പുള്ളിക്കാരനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി ചത്ത് കഴിഞ്ഞാൽ ആ തലവേദന കൂടെ പോരും. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്റെ പൊന്നു ടോമി, അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. അറിഞ്ഞാ കൊള്ളാം. നിങ്ങളെല്ലാരും ഇവിടെ ഇരിക്കുവാറോ? അകത്താരെ കാണാത്തപ്പോ ഞാൻ വിചാരിച്ചത് ഓഫീസിൽ ലീവായിരിക്കും. ഓ, ലാസർ സാർ എത്തിയോ? പോയിട്ട് കുറച്ച് അധികം നാളായല്ലോ. ഞങ്ങൾ വിചാരിച്ചു നാട്ടിലെ സുഖമൊക്കെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് വരത്തേ ഇല്ല. അവിടത്തെ ആവശ്യം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അതിന്റെ പിന്നിൽ നമ്മുടെ ആന്റി ആയിരിക്കും. ഒരു ചാരത്തിൽ പോകുമ്പോ ഒരു ചാര ഇങ്ങോട്ട് വരണമല്ലോ. എന്തിനാ ജോബി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു? ഞാൻ ഇപ്പോഴും അവരുടെ കൂട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിന്നെ എന്തായാലും ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരാളാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. നിന്റെ പെരുമാറ്റം, നിന്റെ എന്നുള്ള ബിഹേവിയർ അങ്ങനെ ആയിരുന്നല്ലോ. അതെ, ശമ്പളം തരണത് നിങ്ങളുടെ അപ്പന്മാരാ. അപ്പൊ അവര് പറയണത് കേൾക്കുക എന്നതല്ല എന്റെ ജോലി. അല്ലാതെ ആന്റി പറയണത് കേൾക്കണമെന്നില്ലല്ലോ. ഉണ്ടോ? എടാ ലാസറേ, നീ കൂടുതൽ സൽപ്പേര് രാമൻകുട്ടി കളിക്കാൻ നിൽക്കല്ലേ. നീ ഞങ്ങൾക്ക് കിട്ട് പണിയുന്നതേ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടേ നീ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എന്താ ജോമി ഇങ്ങനെയൊക്കെ പറയണേ? എത്രയോ നാളുകൾക്ക് ശേഷം അവൻ ഇന്നൊന്ന് വന്നതാ. അപ്പോഴത്തേക്ക് അവനെ വിഷമിപ്പിക്കാനായിട്ട്. അയ്യോ, അവനെ ഞങ്ങൾ പിടിച്ച് മടിയിൽ താരാട്ട് പാടാം. ഒന്ന് പോയേ. നീ വാടാ. അതാ ലാസറെ, ഒരു മിനിറ്റ് ഒന്നേ. അവര് പറഞ്ഞു ലാസർ കാര്യമാക്കി എടുക്കണ്ട. ലാസറോട് ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് കുറച്ച് പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ചുരുക്ക കാര്യമാക്കണ്ട. അല്ല, അതെനിക്ക് മനസ്സിലാവും. ഞാൻ അവരെ കുറ്റം പറയണമെന്നില്ല. ഇവരുടെയൊക്കെ അപ്പന്മാര് പറയണത് കേൾക്കാൻ വേണ്ടിയാണല്ലോ എനിക്കൊരു സാലറി തന്നെ. അല്ലാതെ ഇവരെയൊക്കെ നന്നാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഇവര് പറയുന്നത് കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് ദോഷം വരണമെന്ന് ഇതുവരെ ലാസർ ചെയ്തല്ല. ലാസർ അങ്ങനെയൊന്നും അത് എടുക്കണ്ട. എല്ലാം ശരിയാവും ലാസറ. നീ സമാധാനത്തോടെ ഇരിക്കേ. നാട്ടിൽ നിന്ന് എപ്പോ എത്തി? ഞാൻ ഇപ്പൊ ഒന്നും വേണം. വന്നാ എന്നെ ഒന്ന് വന്ന് കാണണമെന്ന് അറിയില്ലേ? നിനക്ക് ശമ്പളം തരുന്ന ഞാനാണോ അതോ ഇവരൊക്കെയാണോ? അതെങ്ങനാ? നാട്ടിൽ ചാണകം വാരിയും റബ്ബർ ടാപ്പിങ്ങും ഒക്കെ ചെയ്ത് നടന്നവനെയൊക്കെ പിടിച്ച് ഓഫീസ് ജോലി ഏൽപ്പിച്ച എന്റെ ആങ്ങളമാരെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെയൊക്കെ നിലവാരമല്ലേ നീയൊക്കെ കാണിക്കൂ. എന്താ മേഡത് ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത്? ഓ, ഇപ്പൊ നീയും എന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കാറായോ? ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വായടച്ച് മിണ്ടാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉള്ള പണി പോവാതിരിക്കും.
ഇല്ലെങ്കിൽ പണിയില്ലാതെ വീട്ടിൽ പോയി കുത്തിയിരിക്കേണ്ടി വരും. ഈ മേരിയോട് കളിക്കുന്നോണ്ടല്ലോ സൂക്ഷിച്ചു വേണം. നീ എന്തിനാ ആവശ്യമില്ലാതെ അവരോട് ഓരോന്നൊക്കെ പറഞ്ഞു? അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകില്ലല്ലോ. പിന്നെ അല്ലാതെ അവരെ ശമ്പളം വാങ്ങി നമ്മൾ നിൽക്കണോണ്ടല്ലോ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നേ. കുറച്ച് കാശുള്ളതിന്റെ അഹങ്കാര. ഇവരെത്രയും പെട്ടെന്ന് പുറത്താക്കണം. കുറെ കാലായി സഹിക്കുന്നേ. നീ ഒന്ന് അടങ്ങ്. നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. സുമാരിത് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഇതും കൊണ്ട് ഞാൻ ഓഡിറ്ററുടെ അടുത്ത് പോയാൽ അയാളുടെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. എന്തിനാ വിളിച്ചത്? എന്തൊക്കെയാടാ ഇത്? കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്നപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഈ എക്സ്പെൻസ് ഒക്കെ നീയൊക്കെ എങ്ങനെ വരുത്തി വെച്ചു? എങ്ങനെ വന്നു ആ ഫയൽ നോക്കി അതിന് അറിയാലോ. എന്താ എഴുതാനും വായിക്കാന്ന് അറിഞ്ഞൂടെ? അറിയാം, നന്നായിട്ട് അറിയാം. കുടുംബക്കാരുടെ പൈസ എല്ലാമായിട്ട് കട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഓരോ വഴി കണ്ടുപിടിക്കുകയാണല്ലോ. ഇനി ഇതൊക്കെ ഞാൻ ഓഡിറ്റിങ്ങിൽ എന്ത് ചെയ്യണമെന്നാണ്. ഈ കണക്കൊക്കെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ വന്നതാണ്. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. നീയൊക്കെ ഉടായ്പിലൂടെ കള്ളക്കണക്ക് ഫയൽ ചെയ്ത കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇനി ഒരു വെരിഫിക്കേഷൻ വന്നാലുണ്ടല്ലേ എല്ലാം കൂടെ തൂങ്ങും. അത് വരുമ്പോഴല്ലേ അത് അപ്പം നോക്കിക്കോളാം. എന്തായാലും ആന്റി തൂക്കത്തില്ല, അത് കേട്ടാ പോരെ. അല്ലെങ്കിൽ ഇതേപോലത്തെ നാണം കെട്ട കാര്യങ്ങൾക്കൊന്നും ഈ മേരി ഇടപെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിനക്ക് എന്റെ എന്തെങ്കിലും വന്നാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെ ചാകം കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തുള്ളി പച്ചവെള്ളം തരത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെ, കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പുതിയതായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. പണിയുണ്ട് വേറെ. അതെ, എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. ഇനി ഞങ്ങളെ പോയിട്ട് വീണ്ടും തിരിച്ചു വിളിക്കരുത്. വരാൻ സൗകര്യം ഉണ്ടായിരിക്കില്ല കേട്ടോ. നീ വാടാ. അതെ, എന്തായി? കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായിടാ? പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങി പോടാ. ഇതേപോലുള്ള തലവേദനകളല്ലോ എന്റെ തലയിൽ തന്നെ ആണല്ലോ വന്ന് കേറുന്നത്. മതി, നിർത്ത. കുറെ നേരമാണ് നിങ്ങൾ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരാ നിങ്ങളുടെ വിചാരം? നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ടെങ്കിലേ അതിനനുസരിച്ച് പണി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. കേട്ടല്ലോ? മുതലാളി വരെ വരട്ടെ, അപ്പേ മക്കളാ. എന്നെ കൂടുതൽ അങ്ങോട്ട് ഭരിക്കാൻ വന്നാണല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരനായിരിക്കും. എന്റെ അഭിമാനത്തിൽ അങ്ങനെ തൊട്ട് കളിച്ചാ തള്ളേ മുതലാളിമാരുടെ പെങ്ങളൊന്നും നോക്കൂല. ചായ ഉണ്ടാക്കി തന്നെ. നിങ്ങൾക്ക് ചായ അല്ല വേണ്ടത്, കഫേ ചേരിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വേണേ എടുത്തോളി. ഓടിയാണ്.